ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഉണ്ണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന സ്ഥലത്തു നിന്നും 7 കിലോമീറ്റർ അകലെയാണ് ഈ കേരളാംകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജാതി, ഏലം, കൊക്കോ, കാപ്പി എന്നീ കൃഷിയിടങ്ങൾ നമുക്ക് പോകുമ്പോൾ വഴിയിൽ കാണാൻ കഴിയും. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ റോഡിൻ്റെ സ്വഭാവം മാറിത്തുടങ്ങും. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും വലിയ കല്ല് പതിച്ച റോഡും മണ്ണിൻ്റെ റോഡും കല്ലും മുള്ളും നിറഞ്ഞ റോഡും അതുപോലെ കോൺക്രീറ്റ് റോഡും നമുക്ക് കാണേണ്ടി വരും. വലിയ വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറിയിട്ട് വേണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. 1.5 കിലോമീറ്ററോളം ബൈക്കും ഓട്ടോറിക്ഷയൊന്നും പോകാൻ കഴിയാത്ത ഒരു റോഡാണിത്. ജീപ്പ്, ട്രക്കിങ്ങിന് പറ്റുന്ന വലിയ വാഹനങ്ങൾ ഇതൊക്കെ ഉള്ളൂ ഇതിലെ ഓടിക്കാൻ കഴിയും. ഈ വലിയ കല്ല് പതിച്ച റോഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കവാടം കാണാം. നമ്മൾ കവാടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതാ കാണുന്നതാണ് കവാടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കവാടം കടന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കൊരു ബിൽഡിങ് കാണാം. ആ കാണുന്നതാണ് ബിൽഡിങ്. ഇതാണ് ഇതിൻ്റെ 2ാമത്തെ കവാടം. ഈ 2ാമത്തെ കവാടത്തിൻ്റെ കോണിപ്പടി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ പൂന്തോട്ടത്തിലേക്കാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ കോണിപ്പടി ഇറങ്ങിയിട്ടാണ് നേരെ ചെല്ലുന്നത്. നമ്മൾ ആ പൂന്തോട്ടത്തിലേക്കാണ് എത്തുക. അതിമനോഹരമായിട്ടുള്ള നമുക്ക് നല്ല അടിപൊളി ഒരു പൂന്തോട്ടം നമുക്കവിടെ കാണാം. പല പൂക്കൾ, പല നിറത്തിലുള്ള പൂക്കളുള്ള ഒരു വലിയ പൂന്തോട്ടം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ കഴിയും. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണിത് കാണുന്നത്. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഇതിന് പ്രത്യേകിച്ച് ചരിത്രങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണിത്. മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കുത്തിയൊലിച്ച് വന്നിട്ടാണ് ഇവിടെ ഈ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുള്ളത്. ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്തിച്ചേരാറുണ്ട്.
വാങ്ങട്ടോ. ഈ കോണിപ്പടി ഇറങ്ങി താഴേക്ക് എത്തിയാൽ നമുക്ക് കുറച്ചും കൂടി അടുത്തായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ കോണി കയറി ചെന്ന് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.